നമ്മൾ തൃശ്ശൂരിൽ കുതിരാനിലിറങ്ങിയ ഒറ്റയാൻ ഇപ്പോൾ എന്തായി എന്നതാണ് ഇനി പരിശോധിക്കുന്നത്. അതെ, കാട്ടിൽ തന്നെ തുടരുകയാണോ, ഇനി ഉൾക്കാട്ടിലേക്ക് പോയോ, നാട്ടിലേക്ക് ഇറങ്ങുമോ എന്നൊക്കെ നോക്കാം. എന്തായാലും കുങ്കിയാനകളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. അടിയന്തര ദൗത്യവുമായി വനം വകുപ്പ് കുതിരാനിൽ തന്നെ ഉണ്ട്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകൾ എത്തിയിട്ടുമുണ്ട്. അപകടകാരിയായ ഒറ്റയാനെ കാട് കയറ്റി സോളാർ സ്ഥാപിക്കാനാണ് നീക്കം. ആനയെ കാട് കയറ്റാനായില്ലെങ്കിൽ മയക്കുവടി വെക്കും എന്നതാണ് തീരുമാനം. ഇന്നലെ രാത്രിയും കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. കുതിരാൻ ഇരുമ്പുപാലത്തിലുള്ള റജി എന്ന ആളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ രാത്രി ഒറ്റയാൻ ഇവിടെയാണ് ഭീതി വിതച്ചത്. ഈ കാണുന്ന കുന്നിന് താഴേക്ക് ഇറങ്ങി വന്ന ഒറ്റയാൻ ആ ഇരുമ്പ് തൂണൊക്കെ അടിച്ച് തകർക്കുകയായിരുന്നു. റജിയുടെ വീട്ടിലെ വളർത്തു നായ ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് കുരയ്ക്കുന്ന ശബ്ദമാണ് നമ്മൾ ആ വീഡിയോയിൽ കേട്ടത്. നായ ആനയെ കണ്ടതിന് ശേഷം ടെറസിന് മുകളിലേക്ക് ചാടിക്കയറി അവിടെ അഭയം പ്രാപിക്കുന്നതൊക്കെ തന്നെ കാണാമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഭീതി പ്രദേശവാസികൾക്കുണ്ട്. വീട്ടുടമയായ റജി നമ്മോടൊപ്പം ചേർന്നു. റജി, എത്രത്തോളം ഭീതിയുള്ളതായിരുന്നു ഇന്നലത്തെ അനുഭവം? ഇന്നലത്തെ ഭീതി എന്ന് പറഞ്ഞാൽ എന്നും ഭീതി തന്നെയാണ്. ഇന്നലത്തെ ഭീതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ കടുപ്പമായി പോയി. കാരണം ഇന്നലെ ഒരു 9:30 കൂടിയാണ് ആന ഇവിടെ എത്തിയത്, ഫസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ പട്ടിയുടെ ബഹളം കേട്ട് അത് സ്പീഡിൽ ഓടിപ്പോവായിരുന്നു. രണ്ടാമത് വന്നത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വന്ന് പട്ടികൾ കുറച്ചപ്പോൾ നേരെ ഇടിച്ച് എൻ്റെ വീടിൻ്റെ അവിടേക്ക് ഫ്രണ്ടിലേക്ക് കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന തൂണുകളൊക്കെ ഒന്ന് ചവിട്ടി ഇതൊക്കെ ആക്കുകയും ചെയ്തു. പിന്നെ വന്നത് മൂന്നാമത് വന്ന് 12:30-1 മണിയുടെ അടുത്തേക്കായി. അപ്പോൾ മൂന്നാമതും വന്നു. അതുപോലെ തന്നെ 4ാമതും വന്നു ആന. 4 തവണ ഇന്നലെ 4 തവണയാണ് ആന എത്തിയത്. ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി വേറെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുവിടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കുങ്കിയാനകളെ ഇന്ന് പുലർച്ചയോടുകൂടി വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളാണ് എത്തിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഓപ്പറേഷൻ ഉടൻ തുടങ്ങും. ചേച്ചി, എന്താണ് വലിയ പ്രതീക്ഷയുണ്ടോ ഇതിൽ പ്രതീക്ഷയുണ്ട്. കുങ്കിയാനനെ കണ്ടല്ലോ, നമ്മൾ നേരിട്ട് കണ്ടതിൻ്റെ പേരിൽ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഈ വനത്തിൽ വിടാതെ വേറെ ഏതെങ്കിലും ഉൾക്കാട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതായിരിക്കും നല്ലത്. വളരെ പേടിയിലാണ് ഇരിക്കുന്നത്. ഒരു മനസ്സമാധാനം ഇല്ലാതെ കുറെ നാളുകളായി ഞങ്ങൾ കിടന്നിട്ട് വിഷമിച്ചിരിക്കുന്നു. ചേച്ചി, മയക്കുവെടി വെച്ച് ആനയെ തുരത്തണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും മയക്കുവെടി വെച്ച് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ദുരിതം ഒന്ന് ഒഴിവാക്കി തരിക. കൊച്ചു കുട്ടികളും വയസ്സായവരും എല്ലാവരും ഭയങ്കര ഉറക്കൊഴിച്ചിരുന്ന പ്രഷർ കൂടും, അതിന് പിന്നെ ഡബിൾ മരുന്നുകൾ കഴിക്കണം. അങ്ങനെയുള്ള സ്ഥിതികളാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ 1 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പഠിപ്പ് അതങ്ങനെ. പിന്നെ ഇവൻ റോന്ത് കുറ്റി നടക്കുക, എന്താ പറഞ്ഞാൽ പറവുകാർ നടക്കുന്ന പോലെ അതിലേ ഇറങ്ങി വട്ടം കയറി ഇതിലേ വന്നു. ഇതാണ് ഇവിടുത്തെ അനുഭവം. ഈ ഭാഗത്തൊക്കെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന കൊമ്പൻ ചേലക്കര ഭാഗത്ത് ഇറങ്ങുന്നു, മറ്റു ഭാഗങ്ങളിലൊക്കെ എത്തുന്നു. ഈ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. എന്തായാലും വനം വകുപ്പിന്റെ കുങ്കിയാനകൾ വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ വൈകാതെ തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.